കേൾക്കും ഭയങ്കര ഇപ്പൊ കുണ്ടം വിളിച്ച് കേട്ടിട്ട് മടുത്ത് ഒരു നല്ല ചുരിദാർ കാണുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കാറുണ്ടോ ഇതൊക്കെ എനിക്ക് ഇടാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, എന്താ വിശേഷം? എന്താ കഥ? സുഖല്ലേ? നമ്മുടെ മറ്റെന്താണ് കുണ്ടനളിയാങ്കാനെ കുണ്ടത്തി താത്ത മുമ്പിലിരുത്തിക്കണെന്ന്. അപ്പോൾ കുണ്ടനളിയാങ്ക എന്തൊക്കെയെന്ന് കാര്യമായിട്ട് സംസാരിക്കണം. ഇന്നെന്തോ സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം കൊടുത്തിക്കണമെന്ന് തോന്നുന്നുണ്ട്. സാധാരണ ഇപ്പം മൂലമർദ്ദനായിട്ട് പിന്നിൽ നിൽക്കല, അണ്ടിത്താത്താടെ പിന്നിലാ കുണ്ടനളിയാങ്ക നിൽക്കല്. ഇന്നിപ്പോ കുണ്ടനളിയാങ്ക നേരത്തെ മുമ്പ് കയറിയിട്ടുണ്ട്. എന്താ പറയണ നോക്കാം നമുക്ക്. അതെ, എവിടുന്നാണ് നമുക്ക് എത്തിക്കാം, ഇങ്ങനെ സുട്ടാണിക്ക് എത്താൻ വേണ്ടിട്ട് എത്തിക്കാം നമുക്ക്. എന്ത് പെയിനാ അനുഭവിച്ചു പനെ? അല്ല, അറിയാനിട്ട് ചോദിക്ക, അനക്ക് എന്ത് പെയിനാ അനുഭവിച്ചിക്കണ്? അല്ലല്ലോ പെയിൻ അനുഭവിക്കണേ, എൻ്റെ മറ്റെന്താണ് അണ്ടിയുള്ള താത്തയല്ലേ, ഓനല്ലേ ഇജ്ജ് കുത്തണത്, ഓനിക്കല്ലേ വേദന. പിന്നെ അണക്കെന്ത് പെയിന്? എന്ത് പെയിൻ എന്നാ പറയുന്നത്? പിന്നെന്താണ് അത് ബൈസെക്ഷലാണ്? അതെ സത്യം. പിന്നെ ഞാൻ ഒരാണിൻ്റെ കൂടെയാണ്, ആണിനെ കല്യാണം കഴിച്ചേക്കണ്. അപ്പോൾ ആ ആണ് കല്യാണം കഴിച്ചു, ആ ആണ് പ്രസവിച്ചു, 2 കുട്ടികളും ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇവർ ഈ 2 സുനകളും കൂടിയും കല്യാണം കഴിച്ചേക്കണ്. അണ്ടിയുള്ള താത്താനെ കുണ്ടനളിയാങ്ക കല്യാണം കഴിച്ചത് ഇങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫഹദ് ബൈസെക്ഷൽ ആണത്രേ, അതായത് ആണുങ്ങളോട് ഇത് കിട്ടുന്നത്. എടാ, ഒരു കുണ്ടന്മാരെ നിങ്ങളെ വെറുതെ അല്ല ആശയുടെ അമ്മ കുണ്ടാന്ന് വിളിച്ചിരുന്നു നായ്ക്കളങ്ങളെ. എന്നിട്ട് നിങ്ങളിപ്പോൾ എന്നെ പിടിച്ച് കുണ്ടനാക്കിയോ? അത് ശരി. അപ്പോൾ വേറെ ഏതോ പെണ്ണുങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു അവളെ പരിപാടി എടുക്കാൻ പോയിന്ന്. അപ്പോൾ കുണ്ടമണി എടുത്തിട്ട് അടക്കല്ലേ? അപ്പോൾ നിങ്ങളെ വിചാരങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കുത്തി കഴിഞ്ഞപ്പോൾ രണ്ടാളിലും ആരെങ്കിലും ഒരാൾ പ്രസവിക്കുന്നതാണ് നിങ്ങളെ വിചാരം അല്ലേ? എവിടുന്ന് തീട്ടം തിന്ന ബുദ്ധി ഉണ്ടോ? മറ്റേ കൈതട ബുദ്ധി ഉണ്ടോ നായ്ക്കളങ്ങൾക്ക്? ഉണ്ടോ? പിന്നെന്താണ് എൻ്റെ ഉപ്പാക്ക് ചിലവിന് കൊടുക്കുന്നത്? എൻ്റെ ഉപ്പാക്ക് പിന്നെ ഞാനല്ല ചിലവിന് കൊടുക്കുക, എൻ്റെ മരിച്ചുപോയ വാപ്പ അസനിക്കേ കൊടുക്കുക. അതെ, അത് മറ്റാളെ ഞാൻ പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ അമ്മൻ്റെ അത് ഞാൻ കേട്ടതാ, ആ സങ്കടം ഞാൻ കേട്ടതാ. അതുകൊണ്ടാണ് അവരെ ഞാൻ പറയില്ല. കാരണം അവർ ഒരുപാട് ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം, നിങ്ങളെ മാതിരിയല്ല. പിന്നെ നിങ്ങളെ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഇതാക്കിയിട്ട് സംസാരിച്ചതല്ല, അവരിങ്ങോട്ട് പറഞ്ഞതാ. നിങ്ങളങ്ങനെയല്ല, നിങ്ങൾ തെരഞ്ഞു പിടിച്ച് പോയിട്ട്, പക്ഷെ തെരഞ്ഞു പിടിച്ച് പോയിട്ട് കാര്യമൊന്നുമില്ല. എടാ, ഒരേ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. എടാ, തീട്ടം തിന്നണ നായ്ക്കളെ, കൈതകളെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ. ഒരു 8 വർഷമായിട്ട് ഞാൻ എൻ്റെ മരൊന്നും സംസാരിക്കലോ ഇതൊന്നുമില്ല, ചിലവിന് കൊടുക്കലോ ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വിളിച്ചിട്ട് ഹലോ ഇപ്പോൾ എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അവരടുത്ത് എന്താ പറയാന്നറിയോ? ഒരു ബുദ്ധിയും വിവരമുള്ള തന്തയും തള്ളയാണെങ്കിൽ എന്താ പറയുന്നത്? അതിനിക്ക് ആരാ എന്താ എങ്ങനെയെന്നാ ചോദിക്കുക. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ വിളിക്കണം പറയണം അവരോട് ഇതും സംസാരിക്കണമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ മാതിരി എന്നും കുണ്ടി കോലിട്ട് കുത്തിയിട്ട് നാട്ടുകാരെ മണപ്പിച്ച് നടക്കുന്ന ആൾക്കാരല്ല എല്ലാവരും. കാണികളെ നിങ്ങൾ അങ്ങനെ കാണരുത്. നിങ്ങളുടെ വിചാരമാണ് നിങ്ങൾ രാത്രി ആയിക്കഴിഞ്ഞാൽ അവൻ മറ്റെന്താണ് സുസ്മിത സെന്നും ഹൃതിക് റോഷനും ആവുമെന്ന് നിങ്ങളെ തോന്നലാ. പക്ഷെ നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി രണ്ടാളും അണ്ടി പിടിച്ച് തിരുമ്പല. അതാ സംഭവം. രണ്ടാൾക്കും ഇപ്പോഴും ബോധം വന്നിട്ടില്ല. അതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ എങ്ങളുള്ളൂ. അതൊരു ഈ ഒന്ന് കല്യാണം ഇവിടെ താടിയുള്ള കുണ്ടനളിയാങ്ക ഈ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടൊരു ജീവിതമായിട്ട് നടക്കുമ്പോൾ അനക്ക് മനസ്സിലാവും അതെന്താ സംഭവം എന്ന്. എന്തിനായിരുന്നു എൻ്റെ അമ്മയും ആൾക്കാരും എൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ എന്നോട് അത് പറഞ്ഞിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ ഈ മറ്റേ അണ്ടിയുള്ള താത്താനോട് പറയാനുള്ളത്, ഈ വലിയ ചിലക്കാർ എന്ത് ചെയ്യുക, ഞാൻ അണ്ടിയിൽ ആ ചുരുട്ടി വെച്ചില്ല പതുക്കെ ഊരിട്ടിട്ട് ഈ ഒരാണാ ഇയും പോയിട്ടൊരു കല്യാണം കഴിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്ക്. അതാ ചെയ്യേണ്ടത്. ഒരു പെണ്ണിൻ്റെ ജീവിതം കളഞ്ഞു, ഇനി ചെന്ന് ആണായിട്ട് നടക്ക്. ഈ പെണ്ണായിട്ട് എന്തെന്ന് അങ്ങനെ ഉണ്ടാവില്ലേ, അങ്ങനെ ആവൂലേ എന്നല്ല, അങ്ങനെ ഒന്നല്ല. നേരെ ഒരു ആണായിട്ട് വാ. എന്തിനാ മൈരന്മാരെങ്ങനെ നിൽക്കണം? എന്തിനാ അങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണത്? എന്നിട്ട് അവിടെ പോയിട്ട് ഫഹദ് കുടുംബം നോക്കാൻ. പിന്നെ എൻ്റെ വാപ്പയല്ലേ കൊടുത്തതിന്, അസനിക്കല്ലേ ചിലവിന് കൊടുക്കണ എൻ്റെ വാപ്പാക്ക്. ചിലക്കാണ്ട് പോട് പഞ്ഞാലേ കുണ്ടന്മാരെ.